സംസ്ഥാനത്ത് പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നു. കാസർഗോഡ് ഉപ്പളയിൽ കടൽക്ഷോഭത്തിൽ വീട് തകർന്നു. 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. പൊന്നാനിയിലും കടൽക്ഷോഭം രൂക്ഷമാണ്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയും പൊന്നാനിയിൽ നിന്ന് സോണൽ കൃഷ്ണയും ചേരുകയാണ്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ, പറയൂ. ഉപ്പള ശാരദാനഗർ കടപ്പുറത്താണ് ഞാനുള്ളത്. അതിരൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭമാണ് ഇവിടെ ഉണ്ടായത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ കടൽക്ഷോഭത്തിലാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വീട് പൂർണ്ണമായും തന്നെ തകർന്നത്. ശശികല എന്ന സ്ത്രീയുടെ വീടാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഈ കടൽക്ഷോഭത്തെ തുടർന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുക ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി കണ്ട് ഈ വീട്ടിലുണ്ടായവരെല്ലാം ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പക്ഷേ അവർക്ക് പൂർണ്ണമായും തന്നെ വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വീട്ടിന്റെ ഉടമയായിട്ടുള്ള ശശികല ഇപ്പോൾ ഇവിടെ ഉണ്ട്. 29-ാം തീയതി റെഡി ഉണ്ടായി കിടന്നിട്ട് പിന്നെ പേടിയാണ്. വീട്ടിൽ ആരൊക്കെയുള്ളത്? ഒറ്റയ്ക്ക് മുഴുവൻ പോയല്ലേ? എല്ലാം മുഴുവൻ പോയി. 5 വർഷമായി. ഒരു ദിവസം കിടന്നപ്പോഴേ ഷീറ്റെല്ലാം പാറിയിട്ടുണ്ടായി. ഞങ്ങൾ കിടന്നപ്പോഴേ ഉദ്യാപനം പറയുന്ന ഒരാളും ഐത്തപ്പ പങ്കേരുന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്താണ്. ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അപ്പുറത്താണ് അവർ വീടുണ്ടായത്. അത് കടൽ കൊണ്ടുപോയി 2006 ഇസവിലാണ് അത് കടൽ ക്ഷോഭത്തിൽ 2 വീടും തകർന്നു പോയി. അപ്പോൾ അത് 20 വർഷമായി അത് പോയിട്ട്. ഇത് 26. അപ്പോൾ ഈ ഒരു ഗ്രാമം, ഈ തീരപ്രദേശത്തിൽ ഈ ശാരദ ഗ്രാമം എന്ന് പറയുന്നത് ഇത് സാധാരണ അങ്ങോട്ടുള്ളിടത്തോളം ഒരു ടോട്ടൽ 2 വീട് പോയി. കുറച്ച് അപ്പുറം മുസ്ലിമിൻ്റെ 2 വീട് പോയിട്ടുണ്ട്. ആ സമയം ഇപ്പോൾ എത്ര വീടുകൾ അപകടം? ഇനിയിപ്പോൾ അവകളിലെ ഒന്ന് നമ്മളെ ലളിത പറയുന്നത്, അപ്പുറം മറ്റേ നമ്മളെ നിവാസിത്ത. ഇതിൽ ഈ കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടി ഒരു നടപടി ഉണ്ടാകും സാർ? നമ്മൾ ഈ നടപടിക്ക് വേണ്ടി നമ്മൾ ഗവൺമെൻറ് മേഖലയിലല്ല, നമ്മൾക്ക് ആരാണ് ഒരു ഗ്രാമത്തിൽ ഒരു അപകടം പറ്റിയാൽ നമ്മൾ ആദ്യം ആരാ വിളിക്കുന്നത്? ആ ഒരു ഗ്രാമത്തിലോ ആ സ്ഥലത്തിലോ ആണെങ്കിൽ ആദ്യമായിട്ട് മെമ്പർക്ക് അത് അറിയും. ആ മെമ്പർ ആരെ വിളിക്കും? അവർ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവർക്ക് കൈ മുകളിലുള്ള ഈ ഒരു MLA വിളിക്കും. ആ MLA ആർക്ക് വിളിക്കും? അതിൻ്റെ ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. ഇല്ല. അപ്പം നമ്മൾ പറയുന്നിടത്തോളം ഇതുവരെ ഇന്നത്തെ അന്ന് 20 വർഷം ആദ്യമായിട്ട് അന്ന് കൊടുത്ത 5 കിലോ അരിയാണ് നമ്മളെ മംഗൾപ്പടി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. 5 കിലോ അരി 2 വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നക്കും ആ കുട്ടികൾ ഐത്തപ്പൻ പറയുന്നത് 20 വർഷത്തിന് മുന്നോട്ട് പോയ വീട്ടിലെ ഐത്തപ്പന് എത്ര പെണ്ണുമക്കൾ? 4 പെണ്ണുമക്കളും ഒരാണാണ്. അവർ തെണ്ടിപ്പോയി. അവരിപ്പോൾ വേടേടെ പോയിട്ട് അവർക്ക് ഒരു ഇതില്ല. ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ഒരു സൗലഭ്യം കിട്ടിയതുമില്ല. ഇതുവരെ ആ വീട്ടിൽ അവരെ സ്ഥലമുണ്ട്, ഇപ്പോഴാണ് സ്ഥലം നിന്നുണ്ട്. അവർ പറയുന്നത് പോലെ തന്നെ ഈ കടൽക്ഷോഭം എല്ലാ വർഷവും ഉണ്ടാകുന്നു. പക്ഷേ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് പറയുന്നത്. ഇപ്പോഴും 3 വീടുകൾ അപകടാവസ്ഥയിലാണ്. ഈ വരിയിൽ തന്നെയുള്ള വീടുകൾ അപകടാവസ്ഥയിലാണ്. എന്തായാലും ഒരു വീട് ഈ കടൽ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ കാഴ്ച.